കൊല്ലം സിറ്റി പോലീസ് നേതൃത്വം നൽകി വരുന്ന ലഹരി വിരുദ്ധ സംയുക്ത കർമ്മ പദ്ധതിയായ മുക്തിയോദയം പദ്ധതി കൗൺസിലിംഗ് ക്ലാസ് കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ വെച്ച് സംഘടിപ്പിച്ചു. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ കുട്ടികൾക്കായി സൈക്കോളജിസ്റ്റ് വിവേക് VK കൗൺസിലിംഗ് ക്ലാസ് നടത്തി. അപ്പം ഇന്നത്തെ നമ്മളുടെ ശരിക്കും കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്കിലേക്ക് കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പം അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാര്യം അവരിപ്പം നമ്മളെ പല ജീവിത സാഹചര്യങ്ങളോട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ ആ ജീവിതത്തെ എങ്ങനെ കാണുന്നു, അവരുടെ കാഴ്ചപ്പാട് എന്താണ്, അവർക്ക് സമൂഹത്തിൽ എന്ത് കാഴ്ചപ്പാടുണ്ട്, പുതിയ ഈ ഒരു രീതികളിൽ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥകളിൽ ഡിജിറ്റൽ യുഗത്തിൽ അവരെങ്ങനെ ആ ജീവിതത്തെ കാണുന്നു, അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ, അവരുടെ സമൂഹം എങ്ങനെയായിരിക്കും. കാര്യം അതിനെക്കുറിച്ചൊരു നല്ല അവയർനെസ് എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞത് മുതിർന്നവരായ നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്ക് ചെയ്യുന്നത് ഇവർക്കുണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ എങ്ങനെ കുറച്ചും കൂടെ നമുക്ക് എങ്ങനെ കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിതം കുറച്ചും കൂടെ എങ്ങനെ എളുപ്പമുള്ളതാക്കി മാറ്റാം, അവരുടെ പ്രയാസങ്ങൾ എങ്ങനെ നമ്മളോട് ചോദിക്കാനും അവർക്ക് എന്തെങ്കിലും നമ്മളോട് സമ്പാദിക്കാനും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാനുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ചോദിച്ച് അതിനുള്ള ഒരു പ്രതിവിധി അല്ലെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഇപ്പോൾ 2-3 ക്ലാസ്സസ് ആയില്ലേ നമുക്ക്. അപ്പം അന്ന് ഒരിക്കൽ നമ്മുടെ ഫോമർ SP കിരൺ നാരായൺ അവർ ഇവിടെ വന്ന് നമുക്ക് ഒരുപാട് ബുക്കുകൾ വായിക്കണമെന്നും പല കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആരെങ്കിലും അങ്ങനെ ബുക്ക് വായിക്കാറുണ്ടോ? ആരെങ്കിലും അതിനുശേഷം ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും? നമ്മൾ ഒരു ബുക്ക് വായിച്ചപ്പോൾ കിട്ടിയ ഗുണപാഠം നമ്മളെ കയ്യിൽ നിന്ന് കിട്ടാതെ വരും. അപ്പം നമ്മൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ നമ്മൾ വേണ്ട രീതിയിൽ മാത്രം ഉപയോഗപ്പെടുത്തുക. കാര്യം എങ്ങനെ നമുക്ക് പഠിക്കാൻ ഉതകുന്ന രീതിയിൽ, അതായത് നമുക്ക് പുതിയ കാര്യങ്ങൾ, അറിവ് നേടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ തന്നെ ഈ ഡിജിറ്റൽ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ദൂഷ്യവശങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാര്യം ഒരുപാട് നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്ത് പറ്റും, നമുക്ക് എന്തെങ്കിലും അറിവുണ്ടാവുമോ? ഇല്ല. ചുമ്മാ നമ്മളെ അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. അറ്റൻഷൻ പെട്ടെന്ന് റീൽസ് കാണുന്നത് എന്താ, റീൽസ് എപ്പോഴും ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു എത്ര 50 സെക്കൻഡോ ഒക്കെ അല്ലെങ്കിൽ 2 മിനിറ്റോ ഒക്കെ നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ 3 മിനിറ്റ് നിൽക്കുന്നതായിരിക്കും റീൽസ്. അപ്പോൾ ആ റീൽസ് കണ്ടതുകൊണ്ട് നമുക്ക് എന്ത് പറ്റും, പുതിയത് കാണാനുള്ള ആകാംക്ഷ കൂടുന്നതല്ലാതെ അതിൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല, ഒന്നും കിട്ടത്തില്ല, അല്ലേ? അപ്പം നമ്മൾ റീൽസ് കാണുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന നഷ്ടം നമ്മുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല, നമ്മളുടെ മാനസിക ബുദ്ധിമുട്ട് ഏറ്റവും അറ്റൻഷൻ ഡെഫിഷ്യൻസി, നമുക്ക് ഏകാഗ്രത ഇല്ലാതാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മാറി നിൽക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിങ്ങൾ പഠിക്കുന്ന ബുക്കുകൾക്ക് കേന്ദ്രീകരിക്കുക. കൂടുതലും കായികമായിട്ടുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക. കായികമായിട്ടുള്ള എന്താണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരു കബഡി കളിക്കാം, ചെസ്സ് കളിക്കാം, അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പെണ്ണ് വെച്ചിട്ട് ഡ്രോയിങ്, നമുക്ക് എന്തെങ്കിലും ആർട്സ് സംബന്ധമായി ഡാൻസ് പഠിക്കാം, അല്ലേ? അപ്പോൾ അങ്ങനെ മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് നമ്മളുടെ സമയം വേണ്ട രീതിയിൽ ചിലവഴിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, നമുക്ക് ഗുണപ്രദമാവും, അല്ലേ? പിന്നെ ഇപ്പം പരീക്ഷയൊക്കെ അടുത്തടുത്ത് വരുന്നതല്ലേ, അല്ലേ? പരീക്ഷ ഓർത്ത് പേടിയുണ്ടാകാം. നന്നായിട്ട് പഠിച്ചിട്ടുകൊണ്ട് പേടിയുണ്ടാകത്തില്ല. എല്ലാവർക്കും പേടിയുണ്ടാ? പേടിക്ക് എന്താണ് കാരണം? ഓക്കെ. ആ ഡൗട്ട് എന്തുകൊണ്ടാണ്? നമ്മൾ കറക്റ്റ് സമയത്ത് പഠിക്കാത്തതുകൊണ്ടാണോ? പിന്നെ എന്തുകൊണ്ടാ? ഓക്കെ, നമുക്ക് പരീക്ഷ പേടി എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികൾക്കെല്ലാം എക്സാം അടുക്കും തോറും വരുന്നൊരു സാധാരണ വിഷയമാണ്. പക്ഷേ അത് എല്ലാവരും മുമ്പേ ആൾക്കാർ ഇതിനെ ആരും സീരിയസ് ആയിട്ട് കണ്ടിരുന്നില്ല. നേരെ മറിച്ച് അവരെ പഠിച്ചത് പോലും ഓർത്തെടുക്കാൻ പറ്റാതെ അവർ പഠിച്ച എഫേർട്ട്, അതായത് ഒരു കാര്യം പഠിച്ചിട്ട് അത് മറന്നുപോയി, അല്ലെങ്കിൽ എക്സാമിൻ്റെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ നേരത്തെ അവർ മറന്നുപോയി എന്നുള്ള അവസ്ഥ വരെ എത്തിയിട്ടുണ്ടല്ലേ? പല രീതിയിലുള്ള കാര്യം നമുക്ക് ഒരുപാട് വിയർപ്പ് വരും, ഭയങ്കരമായിട്ട് വിയർക്കുന്നതായിട്ട് തോന്നും, തലവേദന വരുന്നതായിട്ട് തോന്നും. പിന്നെ പെട്ടെന്ന് എഴുതാൻ വേണ്ടി പേപ്പർ എടുക്കാൻ നേരത്ത് മൊത്തം ബ്ലാങ്കായി നമുക്കൊന്നും ഓർമ്മയില്ലാത്ത കണക്കാവും, അല്ലേ? ഇതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ? ടെൻഷൻ, അധികമായിട്ടുള്ള നമ്മളുടെ ഉത്കണ്ഠ, അതായത് നമ്മൾ ഭയങ്കരമായിട്ട് വരാൻ പോകുന്ന എന്തിനെക്കുറിച്ച് വെറുതെ പേടിച്ച്, അതായത് ഇല്ലാത്ത ഒന്നിനെക്കുറിച്ച് പേടിച്ചാണ് നമ്മൾ ഈ അവസ്ഥയെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം? കാര്യം പരീക്ഷ പേടി നമുക്ക് മറികടക്കാൻ മാർഗങ്ങളുണ്ട്. കാര്യം ചിട്ടയായിട്ടുള്ള രീതികൾ കൊണ്ട്. കാര്യം
ഒന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും, അതിനെ വീണ്ടും ചിട്ടപ്പെടുത്തിയിട്ട് നമുക്ക് അതിനെ ഒരു ടൈം ടേബിൾ പോലെ ആക്കി അതിനെ വീണ്ടും റിവൈസ് ചെയ്യുക, പഠിച്ചതിനെ വീണ്ടും ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പുതിയ കാര്യങ്ങളെ നമ്മൾ ഒരുപാട് പാടുപെട്ട് പഠിക്കുക, അതിൻ്റെ പോയിൻറ്റ്സ് മാത്രം വെച്ച് പഠിച്ച് അതിനെ നമുക്ക് കുറച്ചുകൂടി ഈസി ആക്കി മാറ്റാം അല്ലേ. അതേപോലെ തന്നെ നമുക്ക് കൃത്യമായ ഉറക്കം വരണം, കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കണം. പിന്നെന്താ വേണം, എല്ലാവരോടും വളരെ സന്തോഷമായി പെരുമാറുക. ഓവർ ടെൻഷനാവുന്ന ഒരു കാര്യങ്ങളും നമ്മൾ കൂടുതൽ വഴക്കിനോ മറ്റു കാര്യങ്ങൾക്ക് പോകാതിരിക്കുക. പിന്നെ ആ പഠിച്ചതിനെ റിവൈസ് ചെയ്യാൻ ടൈം എടുക്കുക, തലേന്ന് രാത്രി ഉറക്കം ഒഴിച്ചിരുന്ന് പഠിക്കാതിരിക്കുക. പിന്നെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏറ്റവും അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടുന്നതായിട്ട് തോന്നും. ആദ്യം നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ എഴുതുമ്പോൾ കോൺഫിഡൻസ് ലെവൽ കൂടും. പിന്നെ എന്ത് ചെയ്യണം, നമുക്ക് ആലോചിക്കാൻ സമയമുണ്ട്, നമുക്ക് അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻസിനെ ആലോചിക്കാൻ സമയമുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് അറിയാവുന്നതിൻ്റെ പോയിൻറ്റ്സ് വെച്ച് എഴുതി കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസിനെ കൂടുതൽ കവർ ചെയ്യുന്നതിനെക്കാട്ടി അറിയാവുന്ന ക്വസ്റ്റ്യൻസിനെ ആദ്യം കവർ ചെയ്യുക. പിന്നെ ഒരുപാട് ടെൻഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ബ്രീത്തിങ് ചെയ്യുക, 3 പ്രാവശ്യം ബ്രീത്ത് ചെയ്യുക. ഒന്ന് വളരെ നല്ലതുപോലെ ശ്വാസം എടുത്ത് ഒരു 5 എണ്ണ നല്ല 2 അല്ലെ 3 കയ്യിലിങ്ങനെ നമ്മൾ 1 2 3 എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും സമാധാനമായിട്ട് ശ്വാസത്തെ വിടുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നമ്മളെ ശ്രദ്ധയെ വീണ്ടും എടുക്കാനും നമുക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കിട്ടാനൊക്കെ സഹായിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് വ്യക്തമാണ്. അപ്പം നമ്മൾ പരീക്ഷ ഓർത്ത് പേടിക്കല്ല വേണ്ടത്, നേരെ മറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എഴുതുക. ഇനി എത്ര ദിവസമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ചിട്ടപ്പെടുത്തുക. ഇന്ന ദിവസം ഇന്നത് പഠിക്കണം, അല്ലെങ്കിൽ പഠിച്ചതിനെ നമുക്കൊന്ന് റിവൈസ് ചെയ്യണം. ഈ രീതിയിൽ നമുക്ക് ചിട്ടപ്പെടുത്തി പഠിക്കുകയാണെന്നെങ്കിൽ നമുക്ക് പരീക്ഷ പേടിയില്ലാതാക്കാം. എങ്ങനെ? കാര്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ദിവസത്തിനുള്ളിൽ പഠിച്ച് അതിനെ വേണ്ട രീതിയിൽ നമുക്ക് ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാം. എന്നിട്ടും പേടി മാറുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇത്രയും കൃത്യമായിട്ട് ചെയ്താൽ പേടി മാറും. ഓക്കെ, അപ്പം അതേപോലെ പിന്നെ നിങ്ങൾ എത്ര പേര് ഈ ബുക്കുകളൊക്കെ വായിക്കുന്നുണ്ട്? ചുമ്മാ അങ്ങോട്ട് നുള്ളുവാണോ? ഓക്കെ, പിന്നെ എത്ര പേര് ബുക്സൊക്കെ വായിച്ച് ഏതെങ്കിലും ബുക്സ് വായിച്ച് തുടങ്ങിയോ? ആരെങ്കിലും ബുക്സ് നോട്ട് ചെയ്യുന്നുണ്ടോ? ബുക്സ് വായിച്ചതിൻ്റെ നോട്ട് ചെയ്യുന്നുണ്ടോ? അന്ന് കൊണ്ടുപോയതുണ്ടല്ലേ. അപ്പോൾ ഇനി ഓരോരുത്തർക്കും ഓരോരോ ചെറിയ ബുക്സ് കീപ്പ് ചെയ്യുക. അപ്പോൾ ഓരോരുത്തർ ഒരാഴ്ച എന്ത് ബുക്ക് വായിച്ചു നമുക്ക് വായിച്ച് തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ബുക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഡിസ്കഷൻ ആയിട്ട് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി നമ്മളുടെ വായനാശീലം വളർത്തിയെടുക്കാം. കാര്യം അന്ന് മാം വന്നപ്പോഴും നമ്മൾ അതല്ലേ പറഞ്ഞത്, വായനാശീലം വളർത്തും. കാര്യം വായന കൂടുന്തോറും നമ്മളുടെ ഈ വേർഡ് സ്ട്രെങ്ത്, അതായത് വാക്കുകളുടെ നമ്മളുടെ എന്താ പറയുക, ആ ഒരു വാക്കുകൾ നമുക്ക് കൂടുതൽ വാക്കുകൾ പഠിക്കാനും നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാനും നല്ല രീതിയിൽ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കത്തില്ലേ, അതിന് നമുക്ക് കൂടുതൽ വേർഡുകൾ കിട്ടും, പുതിയ നല്ല വേർഡുകൾ കിട്ടും. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റുവൽ സിംഗ് എം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാതികൻ പ്ലാക്കാട് ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. ശില്പി ശാന്തനു ചടങ്ങിൽ മുഖ്യ അതിഥിയായി. ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഈ സമുദ്രതീരം ഇങ്ങനെ പോകുമ്പം കേൾക്കുന്നല്ലാതെ സുഹൃത്തുക്കൾ പറഞ്ഞറിയുന്നതല്ലാതെ ഇത്രയൊരു ബൃഹത്തായ ഇത്രയൊരു മനുഷ്യ സ്നേഹത്തിൻ്റെ അസാധ്യമായ ഒരു സ്ഥലം എന്നതിൽ എന്നെ സംബന്ധിക്കുമ്പോൾ എൻ്റെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ തെല്ലൊരു ഒരു എങ്ങനെയാണ് അതിനെ ഈ മനസ്സിലാക്കപ്പെടാതെ പോയതിനെക്കുറിച്ചൊരു കുറ്റബോധം വല്ലാതെ തന്നെ അലട്ടുന്നു ഇപ്പോഴും. കാരണം ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആവാൻ കഴിയുന്നത്? നമ്മളെല്ലാവരും ഒറ്റയ്ക്കിരിക്കുമ്പോൾ വർത്തമാനം പറയുന്ന കൂട്ടത്തിരിക്കുമ്പോൾ വർത്തമാനങ്ങൾ പറഞ്ഞു പോകും. വർത്തമാനത്തിൽ നമ്മൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ആവണം, അല്ലെങ്കിൽ സമൂഹം ഇങ്ങനെ ആവണം, നമുക്ക് പറയാനേ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ സ്വപ്നങ്ങൾ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ആ സ്വപ്നങ്ങളെയൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ആലോചിക്കുമ്പോഴത്തേക്ക് ആ മനുഷ്യനോട് നമുക്ക് എന്ത് വാക്ക് പറയണം, അല്ലെങ്കിൽ എന്ത് നല്ല വർത്തമാനം പറയണം എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. പക്ഷേ ആ മനുഷ്യ സ്നേഹത്തിൻ്റെ ഉടമയായ സിംഗിനെ ആ മകന് ജന്മം നൽകിയ അമ്മയോട് ആ സ്നേഹം അറിയിച്ചുകൊണ്ട്, ആ അമ്മയുടെ കാട് തൊട്ടുകൊണ്ട് അതിനപ്പുറം എനിക്കൊന്നും പറയാനുമില്ല, വാക്കുകളുമില്ല.
ഇങ്ങനെ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ അപാരതയെ കാണുന്നതിൽ അത്ര മനോഹരമായിട്ട്, അത്ര ശുദ്ധിയോടെ, വിശുദ്ധിയോടെ, സ്നേഹത്തോടെ ഈ മനുഷ്യ സമൂഹത്തിൻ്റെ ഈ അപ്പോസ്തലന്മാരാവുമ്പോൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞു പോകുന്നതല്ലാതെ മനുഷ്യന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു സമൂഹത്തിൽ മനുഷ്യന് വേണ്ടി മാത്രം ചിന്തിക്കുന്ന ഒരാൾ വേറിട്ട് നിൽക്കുമ്പോൾ ആ സഞ്ചാരപഥങ്ങളിലൂടെ നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇവിടെ വന്നപ്പോഴാണ് നമ്മളതിനെക്കുറിച്ച് കുറച്ച് ഒന്നുകൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, നമ്മളെ അതിന് ബാധ്യസ്ഥനാക്കുകയും ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ ഈ ചിത്രങ്ങൾ വായിച്ച് നോക്കിയപ്പോഴത്തേക്ക് വിവേക സാറിനെ പറ്റി എന്തെങ്കിലും പറയണം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊന്നും പറയാൻ കഴിയില്ലെന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം.